ഹായ് എവ്രിവൺ, ഈ ഡ്രോപ്സ് എഡ്യൂക്കേഷണൽ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഐ എയ്റ്റ് എ പീസ് ഓഫ് കേക്ക്. ഐ എയ്റ്റ് എ പീസ് ഓഫ് കേക്ക്. ഞാനൊരു കേക്കിന്റെ കഷ്ണം കഴിച്ചു എന്നാണ് ഈ സെന്റൻസിന്റെ അർത്ഥം. ഞാൻ എയ്റ്റ് കഴിച്ചു എന്നാണ് ഈ വേർഡിന്റെ അർത്ഥം. ഈറ്റ് എന്ന വേർബിന്റെ രണ്ടാമത്തെ ഫോമാണ് എയ്റ്റ്. ഈറ്റ് കഴിക്കുക, എയ്റ്റ് കഴിച്ചു. ഐ എയ്റ്റ് ഞാൻ കഴിച്ചു എ പീസ് ഓഫ് കേക്ക്. കേക്കിന്റെ കഷ്ണം. കേക്കിന്റെ ഒരു കഷ്ണം ഞാൻ കഴിച്ചു എന്നാണ് ഇതിന്റെ അർത്ഥം. ഇവിടെ കേക്കിന്റെ എന്ന് പറയാൻ വേണ്ടിയിട്ട് ഓഫ് എന്ന വേർഡ് ചേർത്തിട്ടുണ്ട്. ഓഫ്, പീസ് ഓഫ് കേക്ക്, പീസ് ഓഫ് കേക്ക്. അപ്പോൾ ഉടമസ്ഥത പറയാൻ വേണ്ടിയിട്ട് ഓഫ് എന്ന വാക്കിന്റെ ഉപയോഗമാണ് ഇന്നത്തെ ക്ലാസ്സിൽ പറയുന്നത്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ അപ്പോസ്ട്രോഫി പറഞ്ഞു. അതുപോലെ അതിന്റെ മുമ്പത്തെ ക്ലാസ്സിൽ പ്രോനൗണിന്റെ പൊസസീവ് കേസാണ് പറഞ്ഞത്. അതുപോലെ നൗണിന്റെ ഉടമസ്ഥത പറയാൻ വേണ്ടിയിട്ട് ഓഫ് എന്ന വേർഡിന്റെ ഉപയോഗമാണ് ഇന്നത്തെ ക്ലാസ്സിൽ പറയുന്നത്. എല്ലാവരും ശ്രദ്ധിക്കുക. ഐ എയ്റ്റ് എ പീസ് ഓഫ് കേക്ക്. ഞാനൊരു കേക്കിന്റെ കഷ്ണം കഴിച്ചു. ഇതുപോലെ മറ്റ് സെന്റൻസുകൾ നമുക്ക് പറഞ്ഞു നോക്കാം. ഷീ ഓപ്പൺ ദ ഡോർ ഓഫ് ഹെർ റൂം. ഷീ ഓപ്പൺ, അവൾ തുറന്നു. ദ ഡോർ ഓഫ് ഹെർ റൂം, അവളുടെ റൂമിന്റെ വാതില്. ഡോർ ഓഫ് ഹെർ റൂം. അപ്പൊ ഓഫ് റൂമിന്റെ എന്ന് പറയാൻ വേണ്ടിയിട്ട് ഓഫ് ചേർത്തിട്ടുണ്ട്. അതുപോലെ ഹി കട്ട് ദ ബ്രാഞ്ചസ് ഓഫ് ട്രീ. ഹി കട്ട്, അയാൾ മുറിച്ച്. The branches of tree. The branches of ചില്ലകൾ. ബ്രാഞ്ചസ് ചില്ലകൾ. ബ്രാഞ്ച് ചില്ല, ബ്രാഞ്ചസ് ചില്ലകൾ. He cut the branches of tree. മരത്തിന്റെ ചില്ലകൾ മുറിച്ചു. അയാൾ മരത്തിന്റെ ചില്ലകൾ മുറിച്ചു എന്നാണ് ഈ സെന്റൻസിന്റെ അർത്ഥം. ഇവിടെ മരത്തിന്റെ എന്ന് പറയാൻ വേണ്ടിയിട്ട് ഓഫ് ചേർത്തിട്ടുണ്ട്. ഇങ്ങനെ ഓഫ് ചേർത്തിട്ട് നമുക്ക് ഉടമസ്ഥത പറയാൻ പറ്റും. ഓഫ് എന്ന വേർഡിന് ഒരുപാട് ഉപയോഗങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ അതിലൊരു ഉപയോഗമാണ് ഇങ്ങനെ ഉടമസ്ഥത പറയാൻ വേണ്ടിയിട്ട്, നൗണിന്റെ ഉടമസ്ഥത പറയാൻ വേണ്ടിയിട്ട് ഓഫ് എന്ന വാക്കും ഉപയോഗിക്കാറുണ്ട്. ഹി ടൈഡ് ദ ലേസ് ഓഫ് ഷൂ. അവൻ ഷൂവിന്റെ ലേസ് കെട്ടി. ഹി ടൈഡ് ദ ലേസ് ഓഫ് ഷൂ. ഇതിൽ ലേസ് ഓഫ് ഷൂ, ഷൂവിന്റെ എന്ന് പറയാൻ ഓഫ് ചേർത്തിട്ടുണ്ട്. അതുപോലെ ദിസ് ഈസ് ദ കീ ഓഫ് മൈ ബൈക്ക്. ദിസ് ഈസ് ദ കീ ഓഫ് മൈ ബൈക്ക്. ഇത് എൻ്റെ ബൈക്കിന്റെ കീ ആണ്. ദിസ് ഈസ് the key of my bike. അപ്പോൾ key of my bike, ഓഫ്. അപ്പോൾ എൻ്റെ ബൈക്കിൻ്റെ എന്ന് പറയാൻ ഓഫ് ചേർത്തു. അതുപോലെ ഐ ലൈക്ക് ദ കളർ ഓഫ് ദിസ് ചുരിദാർ. എനിക്ക് ചുരിദാറിൻ്റെ കളറ് ഭയങ്കര ഇഷ്ടമാണ്. ഐ ലൈക്ക് ദ കളർ ഓഫ് ദിസ് ചുരിദാർ. ദിസ് ഈസ് ദ വീൽ ഓഫ് ദി കാർ. ദിസ് ഈസ് ദ വീൽ ഓഫ് ദി കാർ. ഇത് കാറിൻ്റെ ചക്രമാണ്, വീലാണ്. ഇങ്ങനെ ഓഫ് എന്ന വാക്കിന്റെ ഉടമസ്ഥത പറയാൻ വേണ്ടിയിട്ടുള്ള ഒരു ഉപയോഗത്തെ കുറിച്ചാണ് ഇന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇങ്ങനെ നമുക്ക് ഒരുപാട് സെന്റൻസുകൾ ഉണ്ടാക്കാം. അപ്പൊ ഇന്നത്തെ സെന്റൻസുകളിൽ നമ്മൾ ഒരുപാട് വേർബ് പറഞ്ഞിട്ടുണ്ട്, ക്രിയകൾ. നമ്മൾ ക്രിയകളൊന്നും ഇതുവരെ പറഞ്ഞിട്ടില്ല. നമുക്ക് ക്രിയകളൊക്കെ ആയിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ, ടേക്ക് കെയർ, താങ്ക് യു ഫോർ വാച്ചിങ്.